മനുഷ്യ മനസാക്ഷിയെ ഈ തരത്തിൽ ചോദ്യം ചെയ്യുന്ന അധമന്മാരായിട്ടുള്ള ആളുകളാണോ കേരളം ഭരിക്കേണ്ടത് എന്നതാണ് പരക്കെ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യം. ഈ ചോദ്യം അതിശക്തമായി ഉന്നയിച്ച് ഈ മന്ത്രിക്ക് ഒരു നിമിഷം പോലും അധികാര കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ചില പ്രതിഷ്ഠനായിട്ടുള്ള നേതാവാണ് നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല. അദ്ദേഹം ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എല്ലാ മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും വിളിച്ചു പറഞ്ഞു, ഈ ആളിനെ ഒരു നിമിഷം പോലും മന്ത്രിസഭയിൽ വെച്ചു പുലർത്താൻ പാടില്ല. ശ്രീ പിണറായി വിജയൻ അടിയന്തരമായി ഇടപെട്ട് ഒന്നുകിൽ ഇയാളോട് ഒഴിയാൻ പറയണം, രാജിവെക്കാൻ പറയണം, അല്ലെങ്കിൽ അയാളെ പുറത്താക്കണം എന്ന്. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തൊട്ടു പുറകെ തന്നെ കേരളത്തിലെ സീനിയർ നേതാക്കന്മാരായ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള ബഹുമാന്യനായ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും KPCCയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫും മുതിർന്ന നേതാവായ ശ്രീ കെ മുരളീധരനും രംഗത്ത് വന്ന് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആവശ്യം കൂടുതൽ ശക്തിയായി ഉന്നയിച്ച് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിന്റെ സമൂഹ മനസാക്ഷിയെ അത്യന്തം ഞെട്ടിപ്പിക്കുന്ന ദുർഗന്ധപൂരിതമായ ലജ്ജാകരമായ ചില വാർത്തകളാണ് ഇപ്പോൾ കേരളത്തിലെ ഒരു മന്ത്രിയെ സംബന്ധിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തൻ്റെ കുടുംബ വീട്ടിൽ ഭാര്യയില്ലാത്ത സമയത്ത് മറ്റൊരു സ്ത്രീയുമായി അവിഹിതമായ രീതിയിൽ ബന്ധപ്പെട്ടത് തൊണ്ടി സഹിതം ഭാര്യ കണ്ടുപിടിച്ചപ്പോഴുണ്ടായതായ സംഭവങ്ങളാണിപ്പോൾ കേരളത്തിൽ മാത്രമല്ല മലയാളികളുടെ ആകെ തല കുനിക്കുന്ന രീതിയിൽ അത്യന്തം അപമാനകരമായ രീതിയിൽ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ദയനീയമായിട്ടുള്ള ഒരവസ്ഥയാണ്. കേരളത്തിലെ ഒരു മന്ത്രിയാണ് എന്നോർക്കണം. ഇന്ത്യൻ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി കേരളത്തിലെ 3.36 കോടി ജനങ്ങളുടെ മന്ത്രിയായിരിക്കുന്ന ഒരാളിന്റെ ഭാഗത്ത് നിന്നാണ് ഇത്രയും അധാർമികമായ, രാഷ്ട്രീയ സദാചാരമില്ലാത്ത, അല്പമെങ്കിലും മാന്യതയുടെ ഒരു അംശം കണിക പോലും ഇല്ലാത്തതായ ഒരു മന്ത്രിയിൽ നിന്ന് ഈ തരത്തിലുള്ള ഒരു പ്രവൃത്തി ഉണ്ടാകുന്നത്. അത് വെറും ഒരു കുടുംബ പ്രശ്നം എന്ന രീതിയിൽ ഇതിനെ കാണാൻ പ്രയാസമാണ്. കാരണം ഈ സംഭവം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഇത് കണ്ടുപിടിക്കുകയും ഭാര്യ ഉടനെ തന്നെ തനിക്ക് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി പോലീസിന്റെ സേവനം ആവശ്യപ്പെടുകയും പോലീസ് അവിടെ എത്തിച്ചേരുകയും ചെയ്യുന്ന കാഴ്ചയും ലോകമാകെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നമ്മൾ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ഇത്തരത്തിൽ അധാർമികമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു മന്ത്രിയെ എങ്ങനെയാണ് ഒരു മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോവുക? മനുഷ്യ മനസാക്ഷിയെ ഈ തരത്തിൽ ചോദ്യം ചെയ്യുന്ന അധമന്മാരായിട്ടുള്ള ആളുകളാണോ കേരളം ഭരിക്കേണ്ടത് എന്നതാണ് പരക്കെ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യം. ഈ ചോദ്യം അതിശക്തമായി ഉന്നയിച്ച് ഈ മന്ത്രിക്ക് ഒരു നിമിഷം പോലും അധികാര കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ചില പ്രതിഷ്ഠനായിട്ടുള്ള നേതാവാണ് നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല. അദ്ദേഹം ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എല്ലാ മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും വിളിച്ചു പറഞ്ഞു, ഈ ആളിനെ ഒരു നിമിഷം പോലും മന്ത്രിസഭയിൽ വെച്ചു പുലർത്താൻ പാടില്ല. ശ്രീ പിണറായി വിജയൻ അടിയന്തരമായി ഇടപെട്ട് ഒന്നുകിൽ ഇയാളോട് ഒഴിയാൻ പറയണം, രാജിവെക്കാൻ പറയണം, അല്ലെങ്കിൽ അയാളെ പുറത്താക്കണം എന്ന്. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തൊട്ടു പുറകെ തന്നെ കേരളത്തിലെ സീനിയർ നേതാക്കന്മാരായ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള ബഹുമാന്യനായ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും KPCCയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫും മുതിർന്ന നേതാവായ ശ്രീ കെ മുരളീധരനും രംഗത്ത് വന്ന് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആവശ്യം കൂടുതൽ ശക്തിയായി ഉന്നയിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ്, പ്രതിരോധത്തിലാണ് CPM പൊതുവെയും പിണറായി വിജയൻ പ്രത്യേകിച്ചും.
ഈ ഗണേഷ് കുമാർ എന്ന് പറയുന്ന ട്രാൻസ്പോർട്ട് മന്ത്രി ഇപ്പോൾ ഈ പറയുന്ന ആരോപണങ്ങൾക്ക് വിധേയനായിരിക്കുന്ന മന്ത്രിയുടെ പൂർവ്വകാല ചരിത്രവും കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയുമായി ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അന്ന് പ്രതിപക്ഷത്തെ ശക്തനായ നേതാവായിരുന്ന ശ്രീമാൻ പിണറായി വിജയനും അതുപോലെ തന്നെ VS അച്യുതാനന്ദനും ഉടൻ ഒരു നിമിഷം പോലും വൈകാതെ ഗണേഷ് കുമാറിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് അലമുറയിട്ട സംഭവം കേരളത്തിലെ എല്ലാ ആളുകളുടെയും മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അന്ന് ഉയർത്തിപ്പിടിച്ച സദാചാര ബോധവും ധാർമ്മികതയും എന്തുകൊണ്ട് ഇന്ന് ശ്രീ പിണറായി വിജയൻ ഇല്ലാതെ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ ആവർത്തിച്ച് കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് മുടക്കി ഞങ്ങൾ സ്ത്രീകളെ ചേർത്ത് പിടിക്കും, സ്ത്രീകളെ സംരക്ഷിക്കും എന്ന് പറയുന്ന സഖാവ് പിണറായി വിജയൻ ഇപ്പോൾ ഒരു സ്ത്രീ തനിക്കുണ്ടായതായ മാനഹാനിയും അതോടൊപ്പം തന്നെ താൻ ആക്രമിക്കപ്പെടുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പോലീസിന്റെ സഹായം തേടിയിട്ടും പോലീസ് യാതൊരു കാര്യവും ഇതിനെ പ്രതിരോധിക്കാൻ എടുക്കാതെ കണ്ട കാഴ്ചക്കാരായി മാറി നിൽക്കുകയും ഈ ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ് എന്ന് പറഞ്ഞപ്പോൾ യാതൊരു ലജ്ജയുമില്ലാതെ ഈ വന്ന പോലീസുകാർ മടങ്ങിപ്പോവുകയും ചെയ്ത ഒരു കാഴ്ചയും കേരളത്തിലെ പൊതുസമൂഹം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല തുടക്കം മുതൽ ഉന്നയിക്കുന്ന ഈ ശ്രീ KB ഗണേഷ് കുമാറിന്റെ രാജി ഇന്നിപ്പോൾ പൊതുസമൂഹം ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹം യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പറഞ്ഞു ഈ ശ്രീ KB ഗണേഷ് കുമാറിനെ ഒരു സന്ദർഭത്തിൽ മാന്യമായി ഇടപെട്ട് കുടുംബ പ്രശ്നം പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു, ശ്രീമാൻ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന്റെ കർശനമായ നിലപാട് കൊണ്ടാണ് ആ വിവാഹബന്ധം പിരിഞ്ഞെങ്കിൽ പോലും ഒരു ഒത്തുതീർപ്പിലൂടെ ആ പ്രശ്നം അവസാനിച്ചത്. അന്ന് ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് പൊതുസമൂഹം ഒരുമിച്ച് ആവശ്യപ്പെടുകയും അന്നത്തെ പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ യാതൊരു വൈമനസ്യവുമില്ലാതെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അത് നിവർത്തിച്ചു. ഇപ്പോൾ ഇതാകെ തിരിഞ്ഞു കൊത്തിയിരിക്കുകയാണ് ശ്രീ പിണറായി വിജയന്. അദ്ദേഹം ഇപ്പോഴും ഒരക്ഷരം ഇതിനെതിരായി സംസാരിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയും മറ്റ് കോൺഗ്രസ് നേതാക്കളും ഉയർത്തിവിടുന്നതായിട്ടുള്ള ഈ ചോദ്യങ്ങൾക്ക് വളരെ അർത്ഥഗർഭമായ മൗനമാണ് യാതൊരു ലജ്ജയും ഒഴുപ്പുമില്ലാതെ ഇപ്പോഴും ശ്രീ പിണറായി വിജയൻ പുലർത്തുന്നത്. ഇത് കേരളത്തിലെ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള മലയാളികൾക്കും ആകെ അപമാനമാണ്. ഇത് ഒരു കുടുംബ പ്രശ്നമായി കാണാൻ സാധ്യമല്ല. ഇതിനകത്ത് പ്രധാനമായി കുടുംബ പ്രശ്നം എന്നതിനേക്കാൾ ഉപരി ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവർക്ക് ആക്രമണം ഉണ്ടാകുമെന്ന് വന്നപ്പോൾ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ആളുകൾ അവരെ ആക്രമിക്കാനായി പോകുന്നു എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ പോലീസ് പോലും നിഷ്ക്രിയരായി ഇത് കണ്ടുകൊണ്ട് വാലി ചുരുട്ടി മടങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ്. ഈ പോലീസിനെയാണ് ഈ പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. ഇത്രയും ഈറാൻ മൂടികളായിട്ടുള്ള പോലീസ് സേന കേരളത്തിന് അപമാനമാണ്. എന്തുകൊണ്ട് ഈ സംഭവം പുറത്തു വന്നപ്പോൾ ഈ സ്ത്രീ സഹായം അഭ്യർത്ഥിച്ചപ്പോഴാണല്ലോ പോലീസ് അവിടെ എത്തിയത്. അങ്ങനെയുള്ളപ്പോൾ ഈ സംഭവത്തിന്റെ വെളിച്ചത്തിൽ പോലീസ് എന്തുകൊണ്ട് കുറഞ്ഞ പക്ഷം ഒരു FIR എങ്കിലും ഇടാൻ തയ്യാറാകാതിരുന്നത്? അവർക്കിതിൽ പരാതി ഉണ്ട് എന്നതുകൊണ്ടാണല്ലോ പോലീസ് അവിടെ എത്തിയതും പോലീസ് നേർക്കാഴ്ചയായി അവർക്ക് അനുഭവപ്പെട്ടതായ ഈ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്നുള്ള പീഡനത്തെ കുറിച്ച് പറയുകയും ചെയ്തത്. എന്നിട്ടും എന്തുകൊണ്ട് പോലീസ് ഇടപെട്ടില്ല എന്നതൊരു വലിയ ചോദ്യമാണ്. ഈ തരത്തിലാണോ സ്ത്രീകളെ സംരക്ഷിക്കുമെന്ന് പറയുന്ന കേരളത്തിലെ പോലീസ് സേനയും അതിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയും പ്രവർത്തിക്കേണ്ടത് എന്ന ചോദ്യം വളരെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുകയും ഈ ആരോപണ വിധേയനായിട്ടുള്ള ഗതാഗത മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ വീണ്ടും MLA ആകാൻ വേണ്ടി പറ്റുമെന്നുണ്ടെങ്കിൽ വീണ്ടും മന്ത്രിയാകാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു വലിയ ചോദ്യമാണ്, എന്തൊരു അപഹാസ്യമായിട്ടുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ശബ്ദമുയർത്തുവാൻ കേരളത്തിലെ പൊതുസമൂഹം തയ്യാറായി കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കേരളം ആകെ ഇപ്പോൾ പ്രകടനങ്ങളും അതുപോലെ പ്രക്ഷോഭങ്ങളും തുടങ്ങിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ആവർത്തിച്ചു പറഞ്ഞു, യാതൊരു കാരണവശാലും
ഇത് കുടുംബ പ്രശ്നം എന്ന രീതിയിൽ കേരളത്തിലെ പൊതുസമൂഹം കാണാൻ പോകുന്നില്ല. ഇത് പൊതുസമൂഹത്തിലെ ഒരു പൊതുപ്രവർത്തകന്റെ മൂല്യച്യുതിയെയാണ് കാണിക്കുന്നത്. ഇത് വളരെ തെറ്റായ സന്ദേശമാണ് അയാളെ അധികാരസ്ഥാനത്ത് തുടരാൻ അനുവദിച്ചാൽ പുറത്തു വരാൻ പോകുന്നത്. അതുകൊണ്ട് ആർജവത്തോടുകൂടി ശ്രീ പിണറായി വിജയൻ തന്റെ മന്ത്രിസഭയിൽ നിന്ന് ഇയാളെ പുറത്താക്കുകയോ അല്ലെങ്കിൽ അയാൾ സ്വയം രാജിവെച്ചൊഴിയുകയോ അയാൾക്ക് ഇനിയും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ അവസരം കൊടുക്കുകയോ ചെയ്യാതിരിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ മന്ത്രി രാജിവെക്കുന്നത് വരെ പ്രക്ഷോഭമായി മുന്നോട്ട് പോകുമെന്ന് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല അസന്നിഗ്ധമായ ഭാഷയിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം തന്നെ കേരളത്തിന്റെ സമന്വയരായിട്ടുള്ള മറ്റ് കോൺഗ്രസ് നേതാക്കളും നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ കെ മുരളീധരൻ, വി ഡി സതീശൻ, സണ്ണി ജോസഫ് അങ്ങനെയുള്ള എല്ലാ നേതാക്കന്മാരും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ കെ ബി ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ ഇത്രയും ധാർമ്മിക നിലവാരമില്ലാത്ത ഹീനമായിട്ടുള്ള പുറത്തു പറയാൻ കൊള്ളാത്തതായിട്ടുള്ള പ്രവർത്തികൾ ചെയ്ത ഒരാൾ കേരളത്തിലെ മന്ത്രിസഭയിൽ അംഗമായിരിക്കുന്നത് എന്നുള്ളത്. ആ മന്ത്രി കസേരയിൽ ഒരു നിമിഷം പോലും അയാൾക്ക് ഇരിക്കാൻ യോഗ്യതയില്ല. ധാർമ്മികതയുടെ ലെവലേശമുണ്ടെങ്കിൽ അല്പമെങ്കിലും മനുഷ്യരോട് മാന്യമായി പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താൻ ഉണ്ടാക്കിയതായിട്ടുള്ള ഈ പറയുന്ന തകർന്ന് തരിപ്പണമായിട്ടുള്ള തന്റെ തന്നെ സ്വരൂപത്തെ താൻ കൂടുതൽ വികൃതമാക്കാൻ ഇനിയും ഇടം നൽകാതെ രംഗത്ത് നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് നല്ലത് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയും മറ്റ് പ്രതിപക്ഷ കക്ഷികളിലെ നേതാക്കന്മാരും അതുപോലെ തന്നെ UDF-ലെ ഘടകകക്ഷി നേതാക്കന്മാരും കേരളത്തിലെ പൊതുസമൂഹവും ശക്തമായ പ്രക്ഷോഭവുമായി ഇനിയും മുന്നോട്ട് പോകുമെന്ന് നാം കാണാൻ പോവുകയാണ്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ പ്രതിരോധിച്ചാലും അവരുടെ മുഖം കൂടുതൽ വികൃതമാവുകയുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളും തന്റെ ഇടമുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെടണം. രണ്ടാം കക്ഷിയായിട്ടുള്ള CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം ഇത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഒരാൾ മന്ത്രിസ്ഥാനത്തിരിക്കാൻ യോഗ്യത അല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയെങ്കിലും ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുമോ എന്ന് കേരളം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ വലിയേട്ടനായ CPM കണ്ണുരുട്ടുമ്പോൾ വാലും ചുരുട്ടി മാളത്തിനോടിക്കുന്ന CPI ആണോ ഇപ്രാവശ്യം ഈ വിഷയത്തിലും പൊതുസമൂഹം കാണാൻ പോകുന്നതെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ വലിയ തിരിച്ചടിയും വലിയ പ്രതിഷേധവും നേരിടേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അല്പമെങ്കിലും ധാർമ്മിക ബോധമുണ്ടെങ്കിൽ, സ്ത്രീകളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞതിൽ ആത്മാർത്ഥതയുടെ അംശമെങ്കിലും ഉണ്ടെങ്കിൽ, ഇതിൽ ഉത്തരവാദികളായിട്ടുള്ള മന്ത്രിയെയും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളുകളെയും ഒരു നിമിഷം പോലും വൈകാതെ തൽസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയും അവർക്കെതിരായി സ്ത്രീ പീഡനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യണമെന്നുള്ളതാണ് പൊതുസമൂഹത്തിന്റെ ആവശ്യം. പൊതുസമൂഹം ആകെ ജാതി മത വ്യത്യാസമില്ലാതെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയും ശ്രീ VD സതീശനും ശ്രീ സണ്ണി ജോസഫും ശ്രീ കെ മുരളീധരനും തുടങ്ങിയതായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളുടെ പിന്നിൽ അണിനിരന്നു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേരിടേണ്ടി വരും. ഇദ്ദേഹത്തിന്റെ പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ വീണ്ടും മത്സര രംഗത്തിറങ്ങാനുള്ള സാധ്യതകളെയെല്ലാം അത് പിന്നോട്ടടിക്കും എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്.